ഹായ് കുട്ടികളെ, ഇത് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നപ്പം വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചതെന്ന് വെച്ചാൽ ഞാൻ വന്നിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചത്. ഇത് ഞങ്ങൾ ഒരു ദിവസം ഇവിടുന്ന് പോയപ്പോഴേ പറഞ്ഞായിരുന്നു കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലീവൊക്കെ എടുത്ത് കാണാനായിട്ട് പോയി. അങ്ങനെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സിഖുകാരുടെ ഒരു ടെമ്പിളാണ്. കാണാമെന്ന് വെച്ചാൽ അത് നമ്മൾ ഒരാൾ വന്ന് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അത്രയ്ക്ക് ഭംഗിയുള്ളൊരു അമ്പലമാണ് ആ സംഭവം. പിന്നെ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് കയറിക്കൂടാം, തലയിൽ തുണി ഇട്ടുകൊണ്ട് കയറണം. പിന്നെ ആണുങ്ങളായാൽ സ്കാർഫ് കെട്ടണം. അവർ കൊടുക്കും ഈ ചെരുപ്പൊക്കെ നമ്മുടെ ഇവിടെ സൂക്ഷിച്ച് അവർ തന്നെ ഭദ്രമാക്കി വെച്ചേക്കും. തിരിച്ച് വരുമ്പോൾ നമുക്ക് ടോക്കൺ തരും. ആ ടോക്കൺ കൊടുത്താൽ തിരിച്ച് നമ്മുടെ ചെരുപ്പല്ല നമ്മൾ അതേപോലെ തന്നെ തരികയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് കയറുമ്പോൾ നമ്മൾ കൈ കാലെല്ലാം വൃത്തിയാക്കി കഴുകിയിട്ട് നമുക്ക് കയറാം. അതിനുള്ള സെപ്പറേറ്റ് പൈപ്പും എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങളിതിനകത്തോട്ട് കയറി. എൻ്റെ പൊന്നോ, ഒന്ന് കാണണം എന്ന് വെച്ചാൽ സ്വർണം കൊണ്ട് മാത്രം ചെയ്ത ഒരു അമ്പലമാണത്. സിഖുകാരുടെ ഒരു അമ്പലമാണ്. 4 സൈഡും ഈ അമ്പലം കൊണ്ട് ചുറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കുക. എല്ലാം ഞാൻ വീഡിയോ എടുത്ത് ഞാനും എൻ്റെ റിച്ചുക്കുട്ടനും കൂടെ ഇങ്ങനെ കണ്ട് അന്തം വിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. പക്ഷെ അതിനകത്ത് കയറാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, കാരണം അത്രയ്ക്ക് തിരക്കാണ്. എന്നും ഇവിടെ ഭയങ്കര തിരക്കാണ്. ചൂടായാലും മഴയായാലും തണുപ്പായാലും എല്ലായാലും ഇതിനകത്ത് ഭയങ്കര തിരക്കാണ്. അതിനകത്ത് തന്നെ ഒരുപാട് സെക്യൂരിറ്റികൾ ഇവിടെ നമ്മളെല്ലാം ഫുൾ പരിശോധന നടത്തിയിട്ടേ നമ്മളെ അകത്തോട്ട് കയറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങളകത്ത് കയറി കുറേ നേരം. പിന്നെ അതിൻ്റെ 4 സൈഡും ഈ കുളമാണ്. ആ കുളത്തിനകത്ത് നമുക്ക് ഇറങ്ങി വെള്ളമൊക്കെ എടുത്ത് മുഖമൊക്കെ കഴുകുക, കയ്യും കാലും ഒക്കെ കഴുകുക. പക്ഷേ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ അവർ സമ്മതിക്കത്തില്ല. അവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ട് അതിനായിട്ട്. പിന്നെ ആ കുളം നിറച്ച് മീനാണ്. കളർ മീനും ഉണ്ട്, അല്ലാത്ത മീനും ഉണ്ട്. ഞാനും എൻ്റെ റിച്ചുകൊണ്ടും കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന്. പക്ഷെ ഭയങ്കര ചൂടും വെയിലും ആയതുകൊണ്ട് ഞങ്ങൾ പോയ സമയം അത്ര നല്ലതല്ലായിരുന്നു കേട്ടോ. ഒക്ടോബറിലൊക്കെ ചെല്ലണം, അതാകുമ്പം നല്ല ഒരു കാലാവസ്ഥയാണെന്ന് പറയുന്നു. ഇങ്ങനെ ഒക്ടോബറിലൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും പോക്കൊന്നും നടക്കത്തില്ല, മോൾക്ക് ലീവില്ല. അന്നേരം പിന്നെ മോളെയും കൊണ്ട് പോകാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ 4 വശവും എന്താണ് അത്രയും ജനങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അന്നേരം പിന്നെ ഞങ്ങൾ ഇതിനകത്ത് കയറി കണ്ടിട്ട് തിരിച്ചു വരൊക്കെ നടക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാം കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ ഇരുന്നു. കുറേ നേരം എന്ന് വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ. പിന്നെ കുറേ പ്രാർത്ഥിച്ച് ഭയങ്കര ശക്തിയുള്ളൊരു അമ്പലമാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാനെന്തോ ഇത് ചുമ്മാ പറഞ്ഞ് നീ ഒന്ന് ഇറങ്ങി നോക്ക് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വെറുതെ ഇറങ്ങി വെള്ളത്തിനകത്ത്. അന്നേരം എനിക്കങ്ങ് പേടിയാണ്, കാരണം ചില സെക്യൂരിറ്റിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു പേടി ഇറങ്ങാൻ. എനിക്ക് വെള്ളമെന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി പേടിയുള്ള സംഭവം. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ ഒരു മീൻ ഇങ്ങനെ വരുമായിരുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല വരുന്നത്. ഞാൻ കയറാമല്ലോ എന്ന് വിചാരിച്ചു. അതിനൊക്കെ പറഞ്ഞിട്ട് ഒരു മീൻ വരുന്നത്, നീ ഒന്ന് നോക്കെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന്. സത്യത്തിൽ എനിക്ക് ഇറങ്ങുമ്പോൾ തന്നെ സ്ലിപ്പായി വീഴുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അങ്ങനെ പിന്നെ ആ മീൻ വന്നപ്പം അന്നേരം ഈ മനുഷ്യനെ വഴക്ക് പറഞ്ഞു, ഈ മീനെ പിടിക്കല്ലേ, അവർ ഇതാവും എന്ന് പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞ് മീനൊന്നും പിടിക്കാൻ ഞാൻ വെറുതെ ഒന്ന് തൊട്ട് നോക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് സെക്യൂരിറ്റി ഞാൻ എൻ്റെ അപ്പം നിന്ന് ആളെ വിളിച്ച് കൊണ്ടുപോവുകയും ചെയ്തു, മാറ്റിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരൊരു വൃക്ഷമുണ്ട്, അതിന് വേര് അങ്ങനെയുള്ളത് മണ്ണ് അങ്ങനെ സംഭവമൊന്നുമില്ല. അതിവിടെ മേട്ടുംപുറം പള്ളിയിലും ഉണ്ട് ഇങ്ങനൊരു മരം. അതിനകത്ത് നമ്മൾ പൈസയൊക്കെ ഇട്ട്, നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്നൊക്കെയാണ് അവിടെ പറയുന്നത്. പക്ഷെ എനിക്ക് അത്ര കൂടുതൽ അറിവില്ലല്ലോ. നമ്മൾ ഒരു വട്ടം പോയി കണ്ടിട്ടല്ല ഉള്ളൂ. നമ്മൾ ഒത്തിരി പ്രാവശ്യം പോയായിരുന്നു നമുക്കതൊരു വിശ്വാസം ആയേനെയായിരുന്നു. ഇനി എന്തെങ്കിലും ഒരു സമയത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറാൻ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്തൊന്ന് കയറണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ ചെരുപ്പൊക്കെ വാങ്ങിച്ച് തിരിച്ച് ചെരുപ്പ് എടുക്കണം. അതൊക്കെ വാങ്ങിച്ച് നടക്കുമ്പോൾ ഭയങ്കര ചൂട്, നമ്മുടെ കാലൊക്കെ നല്ല രീതിയിൽ പൊള്ളുന്നുണ്ട്. ആ സമയമായതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിലേക്ക് കൂടെ നടന്നു. ഒത്തിരി നടക്കണം ഇതിൻ്റെ വെളിയിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ. ഞങ്ങൾ ഒരു ദിവസം ഇതെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് പോയതാണ്. ഇത്രയേ ഉള്ളൂ. ടാറ്റ, ഓക്കെ, ബൈ, സി യു.